ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ ഇന്നത്തെ വിശേഷവും പ്രേമമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. നേരെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ സ്വാതി ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. നമ്മുടെ ഹരീനെ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്നാണ് എണീപ്പിച്ച് വിട്ടത്. അത് ഒരിക്കലും അച്ചുവിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. ഒരിക്കലും ഒരാളെയും ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് നമ്മൾ എണീപ്പിച്ച് വിടുന്നത് ഒരിക്കലും ദൈവത്തിന് നിരക്കുന്ന കാര്യമല്ല. അറിവുള്ളവർ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷേ നമ്മുടെ സ്വാതിയുടെ അറിവില്ലായ്മ കൊണ്ടോ രണ്ട് തല്ലിന്റെ കുറവൊക്കെ ആയിരിക്കാം അങ്ങനെ സ്വാതി ചെയ്തു. ഏതായാലും നമ്മുടെ ഹരീനെ ബേബി ചേച്ചി പോയി സമാധാനിപ്പിച്ചു. ഒപ്പം നമ്മുടെ സ്വാതി ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുമ്പോഴത്തേക്കും അടുത്ത് വന്നിട്ട് അച്ചു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു കേട്ടോ. ഏതായാലും ആ ആശ്വസിപ്പിക്കുന്ന സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചത്. ഏതായാലും ആ ഒരു ആശ്വസിപ്പീര് കൊണ്ടൊന്നും നമ്മുടെ സ്വാതി അടങ്ങിയിട്ടില്ല. സ്വാതി ഇപ്പോഴും പറയുന്നത് എന്റെ രക്തമല്ലാത്തത് കൊണ്ട്, എന്റെ രക്തമല്ലെന്നല്ല കേട്ടോ, എന്റെ ഏട്ടനല്ല, എന്റെ രക്തമാണെങ്കിലും എനിക്ക് എന്റെ ഏട്ടനെ പോലെ ആക്കാൻ പറ്റില്ല. എന്റെ ഏട്ടൻ ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് എനിക്കൊരിക്കലും ഇതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നും അയാൾ ഒരു അന്യനായിട്ട് തന്നെ ആയിരിക്കും കാണുന്നത്. അങ്ങേരന്യനായതുകൊണ്ട് ഈ പറയുന്ന ഹരി ആരാ, അതും അന്യൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഈ വീട്ടിലെ ഒരു അന്യന്മാര് തന്നെയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അച്ചു അല്ല സ്വാതി അങ്ങോട്ട് പോയിട്ടോ. ഏതായാലും അച്ചു അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും മനസ്സിലാക്കുന്നില്ല നമ്മുടെ സ്വാതി. ഏതായാലും സ്വാതി പോയി റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ റൂമിൽ തന്നെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഋതികയുണ്ടല്ലോ, ഋതികയാണെങ്കിൽ സ്വാതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്വാതിക്കൊരു ഇതുണ്ട്. സ്വാതിക്ക് ഇങ്ങനെ നാക്കും കൊണ്ട് പറയുകയും പ്രവർത്തിക്കത്തില്ല, നാക്കും കൊണ്ട് പറയുകയോ ചെയ്യത്തുള്ളൂ. സ്വാതി വലിയ പ്രശ്നക്കാരിയല്ല, കാരണം വേറെ ഒരു രീതിയിൽ ഉപദ്രവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഋതിക അങ്ങനെയല്ല. ഋതിക എല്ലാ രീതിയിലും നമ്മുടെ സേതുവിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സേതുവിനെ പുറത്താക്കാൻ അടുത്ത പണി എന്താണ് എന്ന് ആലോചിച്ച് നടക്കുന്ന നമ്മുടെ ഋതിക, അതിൻ്റെ കൂടെ പ്രതാപനും കൂടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രതാപനോട് ഋതിക പറയുന്നുണ്ട്, അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അങ്കിളെ അയാളെ അവിടെ നിന്ന് വെളിയിലാക്കണം, എനിക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപോളം കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അയാളുടെ മുമ്പിൽ പോയി ഓച്ചാരിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. എൻ്റെ ടെക്സ്റ്റൈൽസ് അതൊന്നും എനിക്ക് വിട്ടുകൊടുക്കാനും പറ്റില്ല. ഒരു ഒപ്പിന് വേണ്ടി അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാനേ എനിക്ക് പറ്റില്ലെന്ന് അങ്കിളെ ഞാൻ പറഞ്ഞത്. അങ്കിള് എന്താ ഇതിനൊരു വഴി കാണാത്തതെന്ന് ചോദിച്ചപ്പം ഇതിനൊരു വഴി കാണാൻ നിന്റെ അമ്മയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ പെങ്ങളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് ഒരു ലേശം പോലും വെളിവ് വന്നിട്ടില്ല. എങ്കിൽ പിന്നെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യുമല്ലോ. അവളിപ്പോ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് സേതുവിനെ തന്നെയാണ്. ആദ്യം അവരെ രണ്ടുപേരെ അകറ്റാനാണ് നോക്കേണ്ടത്. എങ്ങനെയെങ്കിലും സേതുവിനെ അവിടെ നിന്ന് വെളിയിച്ചടിക്കാന് പൂർണിമയുടെ മനസ്സിൽ സേതുവിനോട് ദേഷ്യം ഉണ്ടാക്കി എടുക്കുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പൂർണിമയല്ല ഋതിക ചോദിച്ചു, അതെങ്ങനെ ദേഷ്യം ഉണ്ടാക്കി എടുക്കാനാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതിനെന്തെങ്കിലും ഒരു ഇത് കണ്ടുപിടിക്കണം, എങ്ങനെയെങ്കിലും ദേഷ്യം ഉണ്ടാക്കി എടുപ്പിക്കണം. അങ്ങനെ രണ്ടുപേരും ശത്രുക്കളായി കഴിഞ്ഞ്, അവൻ ശത്രുവാണല്ലോ, പൂർണിമയുടെ കണ്ണിന് കണ്ടുകൂടാ അവൻ ഒരിക്കലും സേതുവിനെ. പിന്നെ പൂർണിമയ്ക്ക് അങ്ങനെയല്ല, പക്ഷെ അങ്ങനെ ആക്കി തീർക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സ്വാതി ഋതികയുമായിട്ടും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം സ്വാതി ഋതികയും സംസാരിക്കുന്നുണ്ട്. അപ്പൊ സ്വാതി പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പ്രതാപനങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, ഇതൊക്കെ നടക്കുമോ ചേച്ചി? ലാസ്റ്റ് അയാളെ കള്ളനാക്കാൻ ശ്രമിച്ചില്ലേ, അതുപോലെ ലാസ്റ്റ് ഇത് ചേച്ചിയുടെ തലയിൽ തന്നെ വന്ന് വീഴുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല, ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഏതായാലും അമ്മ എന്നേക്കുമായിട്ടും സേതുവിനെ വെറുക്കണം. അങ്ങനെ ഒരിക്കലും അമ്മയുടെ അയലത്ത് പോലും വരുത്താൻ അമ്മ അനുവദിക്കാൻ പാടില്ല. അതുപോലെ അമ്മ വെറുക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷനും കണ്ടുപിടിക്കാം, ഇതിനൊരു ഇതിനൊരു പരിഹാരം ആകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതിക ഇങ്ങനെ ചിന്തിച്ച് നിൽപ്പുണ്ട്. ഋതിക എന്ത് ചെറ്റത്തരം ചെയ്യാനും തയ്യാറാണ് കേട്ടോ. അപ്പം 3 പെമ്മക്കളും കൂടെയാണ് ഉള്ളത്. അവിടെ വേറെ എന്തെങ്കിലും വരുത്തി തീർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹരി ഉണ്ടല്ലോ, ഹരിനെ കൊണ്ട് ഹരി ഒരു വൃത്തികെട്ടവനാക്കി തീർക്കുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നമ്മുടെ ഹരിയുടെ മേലില അല്ലെങ്കിൽ സേതുവിന്റെ മേലിൽ കൊണ്ടിടാൻ എളുപ്പമുള്ള കാര്യം തന്നെയാണ് ഋതികയ്ക്ക്. പക്ഷെ അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു പിടുത്തമായി പോവുകയും ചെയ്യും കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ സേതു ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആരുടെ ഫോട്ടോ? പല്ലവിയുടെ ഫോട്ടോ. അപ്പൊ പല്ലവി വൈകിട്ട് വിളിച്ചില്ല കേട്ടോ. എപ്പോഴും വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആയതുകൊണ്ട് തന്നെ മിസ് ചെയ്യൂലോ. അപ്പൊ പല്ലവിയുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് എന്താണെന്ന് അറിയില്ലല്ലോ, തന്നെ എനിക്ക് വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല താനില്ലാത്തപ്പം
എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണല്ലോ, എന്താ താൻ വിളിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഹരി വന്നിട്ട്, അതെ ഫോണുണ്ടല്ലോ കയ്യിൽ, ആ ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിക്ക്, അതിനെന്താ വിളിക്കാത്തത്, എന്താ ഇങ്ങനെ അങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇപ്പം സേതുവേട്ടന് പല്ലവേച്ചിനെ കാണാതിരിക്കുമ്പോ എന്തെങ്കിലും ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ അതെ അതിന് നമ്മുടെ മറ്റേ ഫീലിങ്സ് ആണെന്നാ പറയുന്നത്. എന്ത് ഫീലിങ്സ്? അത് നമ്മുടെ മനസ്സിൽ ഒരാള് കയറി പറ്റുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ അറിയാൻ വേണ്ടിയേ ഇപ്പം ഡിഗ്രിക്ക് പോയി പഠിക്കുവോ PhD എടുക്കുവോ ഒന്നും വേണ്ട. അതൊക്കെ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളൊക്കെ തന്നെയാ. എന്റെ പൊന്ന് സേതുവേട്ടാ, ഇതുവരെ സേതുവേട്ടൻ അത് മനസ്സിലായിട്ടില്ലേ? അത് പിന്നെ സേതുവേട്ടൻ ഒരു കാര്യം ചെയ്തേ, എന്തിനാ പഠിച്ചു നിൽക്കുന്നത്? വിളിക്കുക, പല്ലവേച്ചിനെ വിളിച്ചിട്ട് പല്ലവേച്ചിയോട് സംസാരിക്കുക. അപ്പം സേതുവേട്ടന്റെ ഈ വിഷമോ മനപ്രയാസമോ ഒക്കെ അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പം വേണോ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ? വിളിക്ക് സേതുവേട്ടാന്ന് പറഞ്ഞ വായെടുത്തില്ല. അപ്പൊ തന്നെ നമ്മുടെ പല്ലവി വിളിക്കുകയാണ്. ഏതായാലും പല്ലവി വിളിച്ചുകൊണ്ട് ഇതേ പല്ലവി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വലിയ സന്തോഷമാണ് കേട്ടോ നമ്മുടെ സേതുവിന്. അപ്പൊ സേതുവിന്റെ ഈ സന്തോഷം കാണുമ്പോൾ തന്നെ ഹരിക്ക് മനസ്സിലാകുന്നുണ്ട് സേതുവിന് നമ്മുടെ പല്ലവീന് വലിയ ഇഷ്ടമാണെന്ന്. അങ്ങനെ പല്ലവീനെ വിളിച്ച് സംസാരിക്കുന്നു, കുറച്ചു നേരം സംസാരിക്കുന്നു, വേറെ ഒന്നുമല്ല സംസാരിക്കുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷമൊക്കെ തിരക്കുകയും നാളെ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പവിത്രനല്ല സോറി മിത്രേട്ടനല്ലേ, അത് തന്നെ, മിത്രേട്ടനുള്ള വീട്ടിലേക്ക്. കാരണം നമുക്ക് പേരൊക്കെ അങ്ങോട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകുന്നത്. അങ്ങനെ മിത്രേട്ടന്റെ അടുത്തേക്ക് വരണമെന്നും ഒക്കെ പറയുകയാണ്. ഏതായാലും ഇവര് ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ പല്ലവിക്കും നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് കേട്ടോ സേതുവിനോട് സംസാരിക്കുമ്പം. ഏതായാലും ഫോണൊക്കെ വെക്കുകയാണ്. അപ്പൊ ഫോണൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഇഷ്ടകാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മുടെ പല്ലവി ഹരിയോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ചെറിയ മ്യൂസിക് ഒക്കെ ഇട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ഏതായാലും നമ്മുടെ സേതുവിന് ഇഷ്ടമുള്ള സംഭവം എന്താണെന്നൊക്കെ ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ ആഹാരം എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ അവരെല്ലാ കാര്യം പരസ്പരം ഇങ്ങനെ ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പല്ലവി അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചിക്കൻ കറി എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഹരി പറയുന്നുണ്ട്, നോക്കിക്കോ ചേച്ചി വന്ന് നാളെ ഈ സാധനം ഉണ്ടാക്കി തരാണെങ്കിൽ ഉറപ്പായിട്ടും സേതുവേട്ടനോട് ചേച്ചിക്ക് ഇഷ്ടമുണ്ട്, അങ്ങനെ നമ്മൾ ആ ഇഷ്ടം മനസ്സിലാക്കേണ്ടതെന്ന് പറയാ. ഏതായാലും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഹരി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പല്ലവി വന്ന് ഇഷ്ടവിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സേതുവിന് വലിയ സന്തോഷമാവുകയാണ്. ഏതായാലും നമ്മുടെ പല്ലവിയോട് ഇഷ്ടം വല്ലാണ്ടങ്ങ് തുളുമ്പി കിടക്കണുണ്ട്. ആർക്ക്? നമ്മുടെ സേതുവിന്. പല്ലവിക്കും ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ അവർ പരസ്പരം പറയുന്നൊന്നുമില്ല. കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടോ. ഏതായാലും അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ ഫുൾ വിശേഷം ഇടാൻ പറ്റിയില്ലായിരുന്നു, വേറെ ഒന്നും അല്ലായിരുന്നു. കുറച്ച് ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 3 വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാനങ്ങ് വീക്കായി പോയിട്ടോ. അപ്പൊ അതുകൊണ്ടാണ് 4ാമതൊരു വീഡിയോ ഇടാൻ നിൽക്കാതിരുന്നത്. അപ്പം ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പം അതാണ്, എല്ലാവരും ക്ഷമിക്കണം. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ സേതുവിന്റെ പല്ലവിയുടെ വിശേഷം ഇടാത്തത് എന്നേ. അപ്പൊ നാളെ നമ്മൾ തീർച്ചയായിട്ടും ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.